മോനെ സ്നേഹമായിട്ട് നിന്റെ അടുത്ത് പറയാം. സാധനം 1-2 അല്ല. നിങ്ങൾ വന്ന് സെറ്റിൽമെന്റ് സംസാരിക്കൂ. വന്നിട്ട് മോർണിംഗ് വാ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവനോട് സംസാരിച്ചതോ? സംസാരിക്കു പോയി. ലോക്കാവും ഞാൻ നോക്കണം ബ്രോ. കൂടെ നിൽക്കുന്നത് നമ്മളോട് സത്യം പറഞ്ഞില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ഈ ലിജു എന്നിട്ട് എവിടാ? ഈ ലിജു ആരാ? എവിടെ ഉള്ളവനാ? അവന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ ബ്രോ, ഞാൻ സംസാരിക്കുന്നില്ല. എന്റെ പേര് പറയണ്ട. നിങ്ങൾ സംസാരിക്കേ. താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ലൈനിൽ തുടരുക. താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഹലോ, ഇതാരാ? വന്നോണ്ടിരിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞത്. ഓക്കെ, ചേട്ടൻ ഇപ്പൊ എവിടായി? അതെ അതെ അതെ. ഞാൻ പറഞ്ഞു ജൂനിയേഴ്സോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ എന്താണ് കൂടെ വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നേ ഇവനൊന്നും സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ. ചുമ്മാ അവൻ സത്യം പറയുന്നില്ല. അല്ലെങ്കിൽ എടുത്തവന്റെ പേരോ അഡ്രസ്സോ ഇവൻ കൊടുത്തൂടെ? ജുനീസ് ബ്രോ കുണ്ടന്നൂർ എത്തിട്ട് എന്നെ വിളിച്ചോ? മതി മതി മതി. ഞാൻ കാറില്ല. ഓക്കെ ബ്രോ, ഓക്കെ. നമ്മുടെ ലൊക്കേഷൻ വീഡിയോസ് ഒക്കെ ഈ ലൊക്കേഷൻ കൊച്ചിയുടെ നിങ്ങൾ കാണാത്തൊരു ഭംഗിയാണിത്. സീക്രട്ട് ആയിട്ടൊരു സ്ഥലമാണിത്. കൊച്ചിയില് ഹാർബറിന്റെ ഒരു ഏരിയ ഇത്. ഇവിട്ട് നമുക്കാരെ ഇടിക്കാം, വേണമെങ്കിൽ കൊല്ലാം. ഇതാണ് നമ്മുടെ ക്രൂ. ഇന്ന് നമ്മളിവിടെ പുള്ളിക്കാരന്റെ ഫ്രണ്ടിനെയാണ് പറ്റിക്കാൻ പോകുന്നത്. ഇന്ന് ഈ പുള്ളിക്കാരെ നമ്മൾ ചൂണ്ടി കൊണ്ടുവന്നതാണ് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ശ്രീബ്രോ ഉണ്ട്, നൗഫലിക്ക നോക്ക്, ഇത് നമ്മുടെ നൗഫലിക്ക, ഷാനാസിക്ക, പ്രസാദ് ബ്രോ, ഇത് അനു ബ്രോ, ഇവരെല്ലാരും ഇന്നുണ്ട്. ഇന്ന് നമുക്ക് നൗഫൽ ബ്രോയും ഷാനാസ് ബ്രോയും കൂടെ ചേർന്നാണ് നമുക്ക് ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഈ പ്രാങ്ക് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ബ്രോ ആണ്. എല്ലാരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, കൂടെ വയ്ക്കുക. ക്യാമറമാൻ അച്ഛനോടൊപ്പം കിച്ചു. നമ്പർ അവനോട് പിന്നെ കാണിക്കുന്നത്. ഇറങ്ങടാ 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 ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങോട്ട് വാ.
ജുനൈസ് ഇവനെ നമ്മള് സംസാരിച്ചു. എനിക്കറിയാൻ പാടില്ല ഇവന് ഇങ്ങനെ പോയി പെട്ടു എനിക്കറിയാൻ പാടില്ല കേസ്. അപ്പൊ നീയാണ് മോലാളി. മുതലാളിയാണ്, പക്ഷെ എനിക്കറിയാൻ പാടില്ല. അപ്പൊ നിനക്കാണ് സാധനം വന്നത്? ഇല്ല ഞാൻ വല്ലാഹിയാണ്, എന്റെ ഉമ്മയാണ് സത്യമായിട്ടും. ഞാൻ ആ കേസിനൊന്നും പോണ ആളല്ല. ശ്രീബായിക്ക് അറിയാം, എന്നെ കുറെ കാലമായിട്ട് അറിയാം. എന്റെ ഷോപ്പിൽ നിൽക്കുന്നതാണ്, അങ്ങനെയാണ് പുള്ളിക്ക് അവനെ പരിചയം. എന്റെ വീടിന്റെ അടുത്ത വീട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ദുബായിലായിരുന്നു, ജോലി ചെയ്യായിരുന്നു. അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ ഇവിടെ ഷോപ്പിൽ കാര്യങ്ങളായിട്ട് നിൽക്കുന്നത്. ഇല്ല, അങ്ങനത്തെ ഒരു കേസ് ഞങ്ങൾ പോകാറുള്ളൂ. സത്യസന്ധമായിട്ട് പറഞ്ഞു, ചെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആലോചന പൊങ്ങൂല. നീ ഇവിടെ വീണ അറിയാം ബ്രോ, കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് വന്നത്. ഞാനിവിടെ തന്നെ കൊണ്ടുവന്നത് എന്തിനും തീരുമാനിച്ചെടുത്ത് പോയാവുന്നില്ല. അറിയാന്ന് പറഞ്ഞു. ഇയാള് പൊക്കി തരുമോ ചോദിച്ചില്ലേ? എടാ നീ എന്താ ഫോൺ പോലും എടുക്കായിരുന്നു അവര് വിളിച്ചിട്ട്? അതാണ് ശ്രീയേട്ടൻ ചോദിച്ചെന്നോട്. നീ പോയായിരുന്നോ സാധനത്തിന്? നീ പോയായിരുന്നോ എടുക്കാൻ? പോയായിരുന്നോ ഇതിന് ഡീലിങ്ങിന്? നീ പോയായിരുന്നോ? നീ എന്ത് ചെയ്തേ? സത്യം പറയാനെന്തോ എന്ത് ചെയ്യാം? ഞങ്ങളെന്ത് ചെയ്യാം? കാശ് കിട്ടണമെങ്കിൽ സ്വർണം കിട്ടണം. നീ എന്റെ അടുത്ത് നോക്കി എന്റെ സാധനം എത്ര കാലം പോലെ നിൽക്കുന്നല്ലേ നീ എന്റെ കൂടെ? നീ സ്വയം ബലികേടാകുവാണോ? എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ, എനിക്കിനകത്തൊരു സംശയമുണ്ട്. ഇവൻ അവിടുത്തെ വർക്കറാ, ഇവല്ലേ മോലാളി. അപ്പൊ മോലാളിക്ക് വേണ്ടി ചെയ്താണെങ്കിലേ? പുള്ളി എനിക്കറിയാം, ആള് ഇന്നസെന്റ് ആണ്. നിനക്ക് ഇന്ന് എത്ര കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റും? പറ. ഒരു ഡോക്യുമെന്റ് എന്തെങ്കിലും തന്നാൽ മതി പകരം. എന്ത് ഡോക്യുമെന്റ്? വല്ല സ്ഥലത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ വർത്തായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്? പിന്നെ ആ സ്ഥലം ഞങ്ങൾ വിൽക്കണം? ഇല്ല, തൽക്കാലം ഞാൻ എന്തെങ്കിലും ഒരു ഞങ്ങൾ ചെയ്തു തരുന്നവരെ. കാരണം വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പണം എന്തായാലും വേണം. ഇല്ല, എന്തായാലും ഞങ്ങള് വിട്ടാ മതി, കഴിഞ്ഞിട്ട് വിട്ടാ മതി. അൻവർ ഭായ്, കാശ് മതി. സാധനം ഞങ്ങളുടെയാണ് പോയത്. അറിയാം, കാര്യങ്ങളും അറിയാം. അൻവർ ഭായ്, നമുക്കൊന്ന് ചോദിക്കാം. ശ്രീ വിട്ടോ? എനിക്ക് വാക്കുന്ന പുള്ളിയും കൂടെ ഇല്ല, വിട്ടോ ശ്രീ വിട്ടോ. അറിയത്തില്ലേ? ഇല്ല, അങ്ങനെ പറഞ്ഞ കൂടപ്പറപ്പിനെ പോലെ നടക്കണം. എന്തെങ്കിലും നമ്മ ചെയ്യാൻ നമ്മ ചെയ്യും. നീ ഇവിടെ വേണ്ട നമ്മളും നിൽക്കണ്ട. കാശിന്റെ സെറ്റിൽ ചെയ്താൽ മാത്രം സംസാരിച്ചാൽ മതി. കൂടപ്പറപ്പിനെ പോലെ കൊണ്ടാണ് ഞാൻ വന്നത്. ഇവൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അവൻ ചെയ്തില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അവൻ ചെയ്തതുകൊണ്ടാണ് അവനെ ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് വഴിയെ പോകുന്ന പൊക്കണ്ടായിരുന്നു. ഇല്ലേക്ക് അറിയാം. പക്ഷെ ഇത്ര നാളെ ഞാൻ ഇത്ര നേരം ശ്രീയോട് വണ്ടി എന്ന് പറഞ്ഞു, ഇവൻ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തന്നെ പറഞ്ഞിട്ടാണ് വന്നത്. അവന് വെച്ചോ? ശ്രീ ഇന്നലെ പറഞ്ഞാണ് ഇവ എടുത്ത് മുക്ക് ചെയ്യുന്നതിന്റെ ഞാൻ പറഞ്ഞാണ്. നീ എടുത്തിട്ടുണ്ടോ അനന്തോ? പൈസ മേടിച്ചിട്ട് ഇത് നിനക്ക് പിന്നെ അറിയാം, ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചാണ്. പിന്നെ അതുകൊണ്ട് ദുബായി പോയി. തൊട്ട് നിങ്ങൾ തമ്മിൽ പരിപാടിയാണ്? ഇല്ല, ഇവൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്, വീടിന്റെ അടുത്തടുത്താണ്. ശരി. അങ്ങനെയാണ് പരിചയമുള്ളത്. പിന്നെ ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ ഒരുമിച്ച് ദുബായി പോയി വന്നതിന് ശേഷം ഞങ്ങൾ പരിചയം. അങ്ങനെ കമ്പനിയാണ് വന്നത്. ഇവൻ എന്റെ ഷോപ്പിൽ തന്നെ ആയിരുന്നു. ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്കാൻ പോയിട്ടില്ല. നീ പോയിട്ടില്ലേടാ? നീ പോയിട്ടില്ലേ? ചവിട്ടി ഞാൻ താക്കും. പോയിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ അറിയാൻ പോയിട്ടുണ്ടോ? നീ പോയിട്ടുണ്ടോ ഇല്ലയോ? ചവിട്ടി ഞാൻ താക്കും. ഞാൻ പറയട്ടെ, ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ കേട്ടാ ചെയ്തിട്ടില്ല. എന്ന് ഞാൻ പറഞ്ഞില്ല, ഇവൻ മൊത്തം പറയുന്ന കള്ളമാണ് ബ്രോ, ഫുൾ കള്ളമാണെന്ന് വെച്ചാണ്ടല്ലോ. എന്റെ കൂടെ നിൽക്കും. ഞാൻ അറിഞ്ഞിട്ട് ഒരു വട്ടം പോലും പോയിട്ടില്ല. നമുക്ക് പോവാന്നോ? നിനക്ക് പോണ്ടേ? അവ ഇവിടെ നിൽക്കും. നീ വേണമെങ്കിൽ പൊക്കോ. കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇവന്മാരെല്ലാം ചേർന്നുള്ള പരിപാടിയാണ്. ശ്രീക്ക് അറിയാലോ. അതുകൊണ്ട് അറിയാവുന്നോണ്ടാ ഞാൻ വിളിച്ചത് സെറ്റിലാക്കി. ബോട്ടില് കത്തി ഇരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു അവസരം തരാം. നീ ഇവന്റെ വായിന് സത്യം പറയും. വന്നപ്പോ തൊട്ടും കള്ളങ്ങളാ പറയണം. നീ എനിക്ക് അറിയത്തില്ലടാ. ഞാൻ അറിയെങ്കിൽ നിന്നോട് പറഞ്ഞ എനിക്ക് അറിയത്തില്ല ഇതെന്ത് സംഭവം, എനിക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നീ ചോദിച്ച അവന്റെ വായിന് സത്യം ഇറക്കും. നീ പറയണ എനിക്ക് അറിയത്തില്ല, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ നിന്നോട് ഇന്നലെ മുതൽ നിന്നോട് ഞാൻ ചോദിക്കണത്. എടാ എനിക്ക് അറിയത്തില്ലടാ. ഞാൻ അറിയെങ്കിൽ നിന്നോട് പറയത്തില്ല. ഞാൻ നിന്നോട് പറയണ എന്നാണിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. അറിയാം. പിന്നെ നിന്റെ എന്നോട് പറയാതാണല്ലോ നീ പോയത്. എന്നിട്ട് ഇത് ചെയ്യുമ്പോഴൊന്നും ഞാൻ എന്നെ ആലോചിച്ചില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ നിൽക്കണേ.
എടോ ഇവൻ സത്യം പറയാതെ നിങ്ങളെ ഇവിടുന്ന് നടത്തില്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് വന്നേക്കണേ. നിങ്ങളെ ജനേഷേ ഞാൻ എന്തിനാ അഭിനയം കളിക്കണം? ജനേഷേ സ്വർണ്ണം എന്ത് ചെയ്യും? എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഇവനെ അറിയാവുന്നുള്ള ഒറ്റ കാരണോടെ ഞാൻ കയറി വന്നേക്കണേ. എടാ നീ ആരായിട്ട് ഡീലിംഗ് എന്ന് പറ. എടാ എനിക്ക് ലിജു ആയിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ, വേറെ ആരുമായിട്ട് എനിക്ക് അറിയത്തില്ല. ജീവനോടെ ഇത് സെറ്റ് ആവാതെ ഒരുത്തിനും പോകത്തില്ല. ഞങ്ങള് പോയിട്ട് വരാം. ശ്രീ പൊക്കോ, ഇവൻ പോണ്ട. ഞങ്ങൾ ഒന്നിച്ചല്ലേ ബ്രോ വന്ന് അൻവർ ബ്രോ ഞങ്ങൾ വിടാന്ന് ശ്രീക്ക് പറഞ്ഞു. ഇവനായിട്ട് എന്താ ബന്ധം? എനിക്ക് അവരുടെ ബന്ധമൊന്നുമില്ല, എനിക്ക് പുള്ളിയായിട്ടാ ബന്ധം. ശ്രീ വിട്ടോ, നീയായിട്ടല്ലേ ബന്ധം? പുള്ളിയെ കൊണ്ടുവന്നേ. എന്റെ അനുഭവം അത്ര വാക്ക് ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി ഒന്നീ പണം കൊടുക്കുക അവർക്കുള്ള അതിന് എന്തായാലും ഞാൻ പുറത്ത് പോകണം ബ്രോ. പറ്റത്തില്ല. പൈസ എന്നിട്ട് വിട്ടാ മതി അവനെ, ഞങ്ങള് പോയിട്ട് വരാം. കോഴിക്കോട് കൊണ്ടുപോവാ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എടാ നിനക്കിനകത്ത് എന്ത് ബന്ധം? ഒരു വരുമാനം ഒരു ബന്ധമില്ലേക്കാ. അതെന്ത് കാരണം? കാരണം വരെ പോയിട്ടില്ല ഒരു കേസോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകാത്ത ആളെ കണ്ണുണ്ട് ഇല്ല. ഒല്ല പരിപാടിയിലേക്കാ കണ്ണിലെഴുതി വെച്ചു ഇല്ലേക്കാ. ഞാൻ മുഖത്ത് നോക്കിയാൻ പറയാം. ഇല്ലേക്കാ. എന്റെ കയ്യിൽ ഇല്ല. എനിക്ക് അറിയാൻ പാടില്ല ഈ കാര്യം. കൊടുക്കട്ടെ പറഞ്ഞാണ്. ബൈ. എനിക്ക് അറിയാത്ത കാര്യമാണ്. നീ പറ. ഇല്ലേക്ക് എനിക്ക് അറിയാം. ഇയാൾക്ക് വേണ്ടി എടാ, ഞാൻ നിനക്ക് എനിക്ക് അറിയാൻ പാടില്ല. ഞങ്ങളെ അതോട് കൊടുത്താൽ എടാ ഇത് നിന്റെ സുഹൃത്താണ്, നിന്റെ ഉറ്റ സുഹൃത്താണ്. അവൻ നിനക്ക് വേണ്ടിയാണ് തല്ലുള്ളത്. നീ കാര്യം പറ. എനിക്ക് അറിയാൻ പാടില്ല. അറിയത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വരില്ലായിരുന്നു. അവൻ അറിയത്തില്ലെന്ന്. ഇത്ര നേരം അവൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ? എന്താ അറിയാന്ന് പറഞ്ഞത് അത് പറ. നീ എന്നോട് പറ. എനിക്ക് അറിയത്തില്ല. ഞാൻ എടാ കൂട്ടുകാർ പാർട്ണർഷിപ്പ് ഇട്ടിട്ടാണ് സാധനം മുഖ്യ അവൻ പറഞ്ഞത്. ആ കൂട്ടുകാരൻ ഞാനാണോ? ഞാൻ മുക്കിയിട്ടുണ്ട് അതിനകത്ത് നിന്നിട്ടുണ്ടോ? അല്ലേ ചുമ്മാ അവൻ പറ. നീ എന്റെ മുഖത്ത് ഞാൻ ഉണ്ടോന്നില്ല. ഇപ്പൊ ഉണ്ടോ ഇല്ലയോ പറ. ഞങ്ങൾ ഇത്രയും പേര് നിന്റെ കൂടെ നിൽക്കുവല്ലോ. ഇത്രയും എടാ പറയടാ. ഞാനോ? എന്റെ ഉമ്മ ശ്രീ വിട്ടോ, ശ്രീ ഇനി വേണ്ട. ശ്രീ വിട്ടോ, ശ്രീ വിട്ടോ. ഇല്ല ആനന്ദു നീ പറ. വിട്ടോ വിട്ടോ. ഞാനുണ്ടോ നിന്റെ കൂടെ? ശ്രീബ ഇല്ല. ഉണ്ട് ഉണ്ട്. ഞാനുണ്ടോ? അവൻ വെറുതെ പറയുന്ന കാര്യം പിടിക്കാൻ സത്യമായിട്ടില്ല. ചതിക്കുന്നതാണ് നമ്മളെ. അല്ലല്ല ചതിക്കൂല. അങ്ങനെയാണെങ്കിൽ ശ്രീ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുമോ? ശ്രീ നിന്നെ അവരോട് സംസാരിക്കാം. സംസാരിച്ചോ. ഞാൻ അങ്ങോട്ട് കേറി വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ അറിയുന്നത്? ഇന്നലെ രാത്രി ഞാൻ ശ്രീയോ ചോദിച്ചിട്ടേ അവനെ കൊണ്ടുവന്നേ. ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ശ്രീ നിനക്കറിയാലോ ശ്രീ, നിനക്ക് ജീവൻ വേണം. വിട്ടോ. നിന്റെ പേരെന്തേലും? വിട്ടോ 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 വിട്ടോ. ഞങ്ങൾ ഒന്നിച്ചു മനസ്സിലാക്കും. വിടത്തില്ല ശ്രീ. വിട്ടോ 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 വിട്ടോ. കള്ളം പറയുന്നതായിരിക്കും. ആനന്ദോ എനിക്ക് അറിയാവടാ. അമ്മയുടെ തല തൊട്ട് തന്നെ സത്യം ചെയ്യും. എന്നിട്ട് എന്റെ അമ്മയ്ക്ക് വയ്യാണ്ട് ഇവിടെ അവന്റെ അമ്മയ്ക്ക് വയ്യാത്തോ എല്ലാത്തിനും ഞാൻ കൂടെ നിന്നില്ല. അവന്റെ അമ്മയ്ക്ക് കാണിച്ചതാ. എന്നിട്ട് ഓന്റെ കൂടെ നിന്നിട്ടില്ലേ എന്നെ ഓനെ ഇട്ട് കൊടുക്കാവോ? അങ്ങനെ എനിക്ക് അറിയില്ല. എന്നെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എടുത്തു കൊടുക്കാം. ഞാൻ വരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വരും. എന്നെ ഒറ്റ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നതായിട്ടില്ലേ നീ തന്നെ ചെയ്തേ അവനെ ഇങ്ങോട്ട് നോക്കി മുഖത്ത് നോക്കി വർത്താനം പറയാൻ പറയിക്കാം. രാവിലെ തൊട്ട് 6 ഫോൺ ആരാ നമ്മള് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവന് വിളി 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 വേറെ ആരെങ്കിലും വിളിച്ചാ? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇവൻ ഇങ്ങനെ ശ്രീ വിട്ടോ, ശ്രീ വിട്ടോ. വിട്ടോ വിട്ടോ. ബ്രോ അങ്ങനെ പറയല്ലേ. ഞങ്ങൾ ഇവിടെ ഒന്നിച്ച് വന്നാ ഓടാ. നീ വിട്ടോ. ആണോ? അന്നെവിടെ വിട്ടോ വിട്ടോ. ആളെ തപ്പാൻ വേണ്ടി പോകുന്നല്ലോ നീ എന്നോട് പറഞ്ഞേ. അങ്ങനെയാണോ എന്ത് പറഞ്ഞേ? എന്നിട്ട് നീ പറഞ്ഞത് എന്നോട് പറഞ്ഞ് കാണിക്കാൻ പാടണ്ട. ഉണ്ടായിരുന്നോ? ഒരു എവിഡൻസ് നീ കാണിച്ചോ? എവിഡൻസ് ഒന്നും വേണ്ട. വിട്ടോടാ. അവൻ കള്ളത്തരം പറയുന്ന ബ്രോ. അവൻ കള്ളത്തരം പറയുന്നത് നമ്മള് പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും ബ്രോ. വണ്ടി ഇല്ല. അവൻ കള്ളത്തരം പറയുന്ന ബ്രോ. ഒരു ശ്രീബായി ഇല്ല ഇവിടെ. അവന്റെ മുഖം കണ്ടില്ല. അവൻ കള്ളത്തര കാണിക്കണിക്കാം. അവൻ കള്ളത്തര കാണിക്കണം. ഞാൻ വരുന്നില്ല. നീ ഇതിനകത്തുണ്ടോ? ഇല്ല. എന്റെ ഉമ്മയാണ് പെറ്റുമ്മയാണ് സത്യം. ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നാന്നല്ലോ പറഞ്ഞു. അവന് നോണ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താണെന്തോ? ഞാൻ എന്താ ചെയ്ത്? കൂട്ടുകാരായിട്ട് പണിയുണ്ടല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരും. ഒന്ന് കേറി തരുവിക്കും. അങ്ങനെയാണ്
ഞാൻ ഉണ്ടായിരുന്നോ? നിന്റെ അമ്മയാണ്, നിന്റെ അമ്മ ക്യാൻസർ ഒന്ന് വീട്ടിൽ കിടക്കുക. അല്ല അവൻ ചിരിക്കും നോക്കിയേ, അവൻ ചിരിക്കും നോക്കിക്കാം. ശ്രീ ചോദിക്കും ഞാൻ നിങ്ങൾ രണ്ടുപേരെ വിശ്വസിച്ച് വന്നതാണ്. പുള്ളി പറഞ്ഞു ആള് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു, വിശ്വസിച്ച് വന്നയാ. ഇവനാള് എന്നെ നാണം കെടുത്തരുത്. ഞാനാ? നീ ഇവിടെ നിക്ക്. അവൻ രാവിലെ പറഞ്ഞ് എന്തറിയാന്ന് ഞാൻ എന്താ അറിയുന്നോ ഈ രാവിലെ തൊട്ട് ഇവൻ പറയുന്നൊരു കാര്യം, ഞാൻ ഒരുത്തനുണ്ട്, എന്റെ കൂട്ടുകാരനുണ്ടെന്ന്. പേരവൻ ചത്താലും പറയുന്നില്ലേ, ഇവനാണത്. അങ്ങനെയാണ് ഞാൻ പരിവിക്കാം. സംസാരിക്കാം. ഉടുപ്പൂറാ ശ്രീ നീ എന്നെ കൊലക്ക് കൊടുക്കില്ലടാ. അനന്ത് എന്നെ കൊലക്ക് കൊടുക്കില്ല. അനന്ത് എന്നെ കൊലക്ക് കൊടുക്കില്ല. ഞാനല്ല ചെയ്തേക്കണേ. അനന്ത് ഞാൻ എന്ത് പറ്റാനിട്ട് ഞാനല്ല അനന്ത് ചെയ്തേക്കണേ. അനന്ത് നീ തല്ലുകൊണ്ട് ഉമ്മ എടുത്തിന്റെ പൊന്നിക്ക് കാല് ഞാൻ പിടിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ശ്രീഭായ് എന്നെ വിട്ടിട്ട് പോലെ ചെയ്തിട്ടില്ല. ഞാൻ അപ്പോഴും പറഞ്ഞത് നിങ്ങൾ ചെയ്യില്ല. ശ്രീഭായ് പോലെ ഒരു കാര്യം ഞാൻ പറയാം, ഇവര് തമ്മിലുള്ള ഇതാണെന്നുള്ള ഞാൻ വിചാരിച്ചില്ല. എന്റെ ജാലിയിൽ നിന്ന് ഇറങ്ങും. അതാണ് എന്റെ ഉമ്മയുടെ സത്യം ഞാൻ ചെയ്തിട്ടില്ല. ഒരു കൂട്ടോ നിങ്ങൾ അപ്പൊ മനസ്സിലായില്ല ശ്രീ എല്ലാണോ? എനിക്കറിയില്ല ശ്രീഭായ്, അവൻ ചുമ്മാ പറയുന്ന എന്നെ പെടുത്താൻ വേണ്ടി പറയുന്ന ശ്രീഭായ്. എന്റെ ഉമ്മയുടെ സത്യം ഒന്നും മനസ്സിലാക്കി സംസാരിക്കാൻ സമയം തരാം. സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ശ്രീഭായ്. ഞാൻ വണ്ടിക്കകത്ത് അവൻ ചെയ്താണില്ലാന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ എന്നെ പൊട്ടിക്കാൻ ധൈര്യമാണില്ല. അളിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ വരത്തില്ലല്ലോ. ഞാൻ അവൻ ഇന്നലെ രാത്രി ശ്രീഭായ് ഇന്നലെ രാത്രി അവൻ എന്നെ ശ്രീഭായ് എന്നെ വിളിച്ചു ചോദിച്ചു. എന്നെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ ശ്രീഭായ് എന്നോട് പറഞ്ഞു, ഇവൻ അറിയോ അനന്ത് എന്ന് പറഞ്ഞിട്ട് അറിയോ? അവൻ അറിയോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരുണ്ട് അനന്തു, ഇങ്ങോട്ട് വരുന്നുണ്ടോ, ഇവന് അങ്ങനെ ഒരു കേസിലുണ്ട്, നിനക്ക് അറിയാവോ ചോദിച്ചു. 8 മണിക്ക് ശ്രീഭായ് എന്നെ വിളിച്ചത് വാട്സപ്പ്. പറയണേക്ക് എന്നെ വിശ്വസിക്കും. അവൻ പിന്നെ എന്തിനാ നിന്റെ പേര് പറഞ്ഞത്? എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവിടെ പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കാൻ ഒറ്റയ്ക്ക് പെട്ടു പറഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പണിക്ക് പോയിട്ടില്ല. നിന്റെ പേരാ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായി. ഇത് ഇക്കൊന്ന് കാണ് ഞങ്ങൾ ഇത് നോക്ക്. ഇതാ എനിക്ക് മനസ്സിലായി. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അതാ ശ്രീരാജേട്ടാ ഇവിടേക്ക് അവര് അമ്മയുടെ തല തൊട്ട് സത്യം ചെയ്യാൻ പറയാൻ. അമ്മയുടെ തല അച്ഛന്റെ തല അതൊന്നും അറിയണ്ട. വിട്ടോ ഞാൻ ഒരു സംസാരിച്ചോട്ടെ. സംസാരിക്കണം. അവനോട് ചോദിക്കും. അവരോട് 3-4 പ്രാവശ്യം ഇന്ന് വരെ എന്നോട് പറയാത്ത പല കാര്യം ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഈ കാര്യത്തിൽ ഞാനുണ്ടോ? നിന്നെ ഇറക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് തെറ്റാണ് ചെയ്തിട്ട്? സാഞ്ചേട്ടൻ ഒരു 100 വട്ടം വിളിച്ച് സാഞ്ചേട്ടന്റെ വീടിന്റെ ആധാരം എടുത്തിട്ട് സാഞ്ചേട്ടൻ വരുന്നത്. ഞാനുണ്ടോ ഇല്ലേ? നീ ഇപ്പൊ പറയണം, ഞാനുണ്ടോ ഇല്ലേ? എടാ പറടാ, നീ എന്നെ എന്തിനാ പെടുത്തുന്നത്? എന്ത് ഞാനുണ്ടോ അതിനകത്ത്? ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടോ? അനന്തോ എന്ത് ചെയ്ത്? ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പെടുത്തല്ലടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല അനന്തു. ഞാൻ ചെയ്തിട്ടില്ലടാ. ഞാൻ ചെയ്തിട്ടില്ല അനന്തു. ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും എന്നെ കൊണ്ടുവന്ന് ചാടിച്ചേക്കണേ ശ്രീചേട്ടാ. പോലെ ഞാൻ ചെയ്തിട്ടില്ല ഡൊണാൾഡേ ചേട്ടാ. ഞാൻ ചെയ്തിട്ടില്ല സത്യമായിട്ട്. അവൻ എന്നെ പെടുത്തിയേക്കണം. എന്റെ കൂട്ടുകാരനെ എന്നെ പെടുത്തിയേക്കണം. സത്യമായിട്ട് ഞാൻ പറയാം. വല്ലായാണ് എന്റെ ഉമ്മയുടെ സത്യം. എന്റെ ഫോൺ എടുത്തു സൈബർ സെല്ലിൽ കൊടുത്തു. എവിടെ കൊടുത്തു? എനിക്ക് ഒറ്റ നമ്പർ അതെനിക്ക് മനസ്സിലായി. എനിക്ക് വേറെ ഞാൻ എന്ത് ചെയ്യും? മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അതിന് വേണം ഞാൻ പറയട്ടെ. ഇവൻ ഇറക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരാളെയും വിളിച്ചിട്ട്, ഞങ്ങൾ രണ്ടുപേരും കോമൺ ഫ്രണ്ടാ, അവനെയും വിളിച്ചിട്ട് പത്രം എടുത്തിട്ട് വരാൻ പറഞ്ഞേക്കണം. ഞാൻ കത്തി എടുത്തോ? പ്ലെയർ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പൈസക്കുള്ള അറേഞ്ച് ചെയ്യാം. അല്ല ആ പുള്ളി ഇവനെ ഇറക്കാൻ വേണ്ടി പൈസ കൊണ്ട് വരാൻ പറഞ്ഞു. സാഞ്ചേട്ടാ അനന്ത് അനന്ത് ഇവിടെ വന്നിട്ട് കാണിച്ചത് എന്താ അറിയോ? ഞാൻ അവന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ നൊറ്റു. സാഞ്ചേട്ടാ ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് ഇവനെ ഇറക്കാൻ വരുമോ? ഞങ്ങൾ രണ്ടുപേരും അറിയില്ല. എനിക്ക് അതിനുള്ള അറിയില്ല. കാശിനെ സെറ്റ് ആയിരിക്കാം നമുക്ക് ആദ്യം. സാഞ്ചേട്ടാ
സാഞ്ചേട്ടാ നീ ഇവിടെ കൈ പിടിച്ചോട്ടോ. ഞാൻ അങ്ങോട്ടും പോകില്ല. കാലിലിട്ടെണ്ണം കൊടുക്കാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ പറ്റും. ആ ചെയ്യാം. മാത്രം Yes, ചെയ്യാം. സത്യം ഇല്ല ഞാൻ ചെയ്യാം. എത്ര മണിക്കൂറുണ്ട്? ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് പോയാലും നടക്കൊള്ളിക്കാം. എന്റെ കൂടെ ഒരാൾ വന്നോ? നീ പോയാൽ നടക്കുള്ളൂ. ആ അവൻ എന്നെ കൂടെ നിർത്തി അവൻ ചതിച്ചാണിക്കാം. ഇതിനെ കൊന്നാണ് ഇനി വേണ്ട. ഇല്ലിക്ക ഞാൻ ഇതിനെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവനെ ഇറക്കാൻ വന്നേക്കാം. സത്യമായിട്ട് ഞാൻ നീ കാശ് തന്നാ മതി. ഇതിൽ കൂടുതൽ ഞാൻ പറയില്ല. സത്യമായതുകൊണ്ട് നമുക്കേ 6 മണി വരെ കാശ് റെഡി ആട്ടോ. അതുവരെ നമുക്കൊന്ന് കറങ്ങിയിട്ട്. അല്ല ഞാൻ പോയാലും നടക്കൊള്ളിക്കാം. നിങ്ങൾ ഒരാളിന്റെ കൂടെ വന്നോ? ഞാൻ ഒന്നും ചെയ്യില്ല. നമുക്കും വരാൻ പറ്റും. ശ്രീവൻ വന്നാലേ നടക്കുള്ളൂ. അവൻ അങ്ങനെ വരുന്നില്ല. മുന്നേ നമ്മളൊരു സംഭവം സംസാരിച്ചു. ഇവൻ ഇതിൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ കൂടെ ഞാനുണ്ടോ? ഇവൻ ഇതിനകത്ത് പൈസ കൂടി വരണം. നമുക്ക് മുന്നോട്ട് വിടാൻ പറ്റത്തില്ല. ശ്രീ ഇങ്ങ വന്നേ. ശ്രീ ഞാൻ ഒന്നും നോക്കാൻ കഴിയും. ശ്രീ ഇങ്ങ വന്നേ. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളെ ഒന്നുകൂടെ നിന്നെ വിടാം. വെറുതെ വിടാം. ഒറ്റ കാര്യം വെറുതെ വിടണ്ട. ഞാൻ സത്യമാണെങ്കിൽ മാത്രം വിട്ടു മതിക്ക് തന്നെ. നീ ആത്മാർത്ഥമായിട്ട് സത്യം പറയണം. ഇവ ഇതിനകത്തുണ്ടോ ഇല്ലയോ? ഞാനുണ്ടോ ഇല്ലേ? സത്യസന്ധമായിട്ട് പറ. നോണോ പറയുന്നത് കണ്ട അവന്റെ മോഹം കണ്ടറിയാമോ? നോണ പറയുന്നത്. ശ്രീ എന്ന് ചോദിച്ചോ. അത് ഉള്ള കാര്യം ഇയാളെ വിശ്വസിച്ച് ഇറക്കാൻ വേണ്ടി എന്താ ചെയ്തേക്കണം? ഞാൻ ഇതിനകത്ത് എന്താ ചെയ്തേക്കണം? അതുകൊണ്ട് ചോദിക്കുമോ ഞാൻ എന്താ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ? എന്റെ കോൺട്രിബ്യൂഷൻ എന്താ? ഇവനാണ് ഇങ്ങോട്ട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആരാ നമ്പർ? എന്റെ ഫോൺ നമ്പർ ഉണ്ട്, പോലീസുണ്ട്. ബദരീങ്ങളാണ് എന്റെ ഉമ്മയാണ് സത്യം. പഠിച്ചോനെ ഞാൻ അതല്ലേ ഞാൻ അറിയാത്ത കാര്യം. ഇവൻ ഇറക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ വിളിച്ചപ്പോ വന്നല്ലേ. ശരിക്കും ഇവനെ എടുത്തേക്കുണ്ടല്ലോ. ഇവനെ കണ്ണീര് വന്നു. കണ്ണീര് വരുന്നതിലേക്ക് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. കണ്ണീര് കരയാൻ അറിയാൻ പാടില്ലാത്തോണ്ടാ. അവൻ എടുത്താൻ പറയുന്നല്ല. എനിക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ഇട്ടു വന്നത്. ആരാണ് ഇട്ടു വന്നത്? പറഞ്ഞോ പൊട്ടിക്കാൻ പറഞ്ഞ ഇവനാണ്. ഞാനാണ് പൊട്ടിക്കാൻ പറഞ്ഞത്. അനന്ത ഒന്നുകൂടെ ചോദിക്കാം. ഇവനുണ്ടോ? ഇവനാണ് പൊട്ടിക്കാൻ പറഞ്ഞു. ശ്രീ വിട്ടോ. ഞാൻ പോയാൽ ഇറങ്ങാൻ പറ്റുള്ളൂ. നീ ഞാൻ ചാവും. ഞാൻ ചത്താലും കുഴപ്പമില്ല. അവൻ നോണ പറഞ്ഞതാണ്. എന്റെ കൂടെ പോലെ ഞാൻ എന്ത് വേണമെങ്കിലും പൈസ അറേഞ്ച് ചെയ്യാം. എന്ത് കാണിച്ചിട്ടും പൈസ ഒരു മണിക്കൂർ സമയത്താ. ഒറ്റ മണിക്കൂർ കൂടെ വന്നു. 1 മണിക്കൂർ സമയത്താ. നിങ്ങളുടെ വണ്ടിക്കകത്ത് വരാം. പോലെ എന്നെ ഒറ്റ കാര്യം ഞാൻ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാനും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനെ കൊണ്ട് വെക്കും. ഇതിലൂടെ കിട്ടും. ഈ പുള്ളി ഉണ്ടായിട്ട് പൈസ അറേഞ്ച് ചെയ്ത് എങ്ങനെയാ? സുഹൃത്തല്ലേ പൈസ അറേഞ്ചുള്ള വകുപ്പുള്ളൂ. അതുകൊണ്ടാണ് അവൻ എന്റെ കൂടെ ആര് വേണം കൂടെ. ഞാൻ അല്ലെങ്കിൽ വരും. ഇങ്ങോട്ട് വന്ന് കയറി തരും. ഞാൻ അതിൽ ഒരു പങ്കുണ്ടെങ്കിൽ ഒരു കോൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് വരും. ഇല്ല ഞാൻ പോലെ ഞാൻ ഉറപ്പ് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇടപെടാറുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഈ സ്ത്രീയായിട്ട് ഉറപ്പ് പറഞ്ഞാണ് അവൻ രക്ഷപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു അവൻ ഇങ്ങനെ പറയുന്നൊക്കെ. ചേട്ടാ പോലെ പ്ലീസ് പോലെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. ഇല്ല പൈസ ആണെങ്കിൽ ഞാൻ അറേഞ്ച് ഞാൻ ചെയ്തിട്ടില്ല. അനന്തു എന്റെ ഉമ്മയാണ്. ചത്തു പോയാലും കുഴപ്പമില്ല. പക്ഷെ അനന്ത് നീ ചതി എന്നോട് ചെയ്യാൻ പാടില്ല. ഞാൻ നിന്റെ കൂടെ പടപ്പാ അങ്ങനെ കണ്ടുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് വരെ ഹറാം പറഞ്ഞൊരു വാദം ഞാൻ പോയിട്ടില്ല. കേട്ടോ അത് നിങ്ങളോട് പഠിക്കാൻ നിന്നിട്ടില്ല. തല്ലിക്കാം എന്നെ തല്ലി. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. എനിക്കറിയാം. നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്നെ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. കാശ് കിട്ടണമെന്ന് എനിക്കറിയാം. കാശ് ഞാൻ കൊണ്ടുതരും. അത് കഴിഞ്ഞിട്ട് ഇവനെ കാശ് ഞാൻ കൊണ്ടുവരിക്കാം. നിങ്ങൾ ആരെങ്കിലും സത്യം എന്റെ ഉമ്മയാണ് സത്യം. കാശ് കൊണ്ടുവരും. വണ്ടി എടുക്കും. നമ്പർ തരാമോ? ഞാൻ വിളിച്ചോട്ടെ ഒന്ന്. എനിക്ക് വിളിക്കാൻ അവസരം തരാമോ? കാശ് ഓക്കെയാണോ? കാശ് ഞാൻ കൊണ്ടുതരും. അനന്തോ നീ വന്നേ. കാശ് തരുന്ന ഞാൻ കാശ് തരിക്കാം. ഇവനെ വിടരുത്. കാശ് കിട്ടിയാലും കാശല്ല. ഞങ്ങൾക്ക് ഇതിന് പകരം ഒരു കാര്യം വേണം. എന്തൊക്കെയാ? ഇതൊരു എഗ്രിമെന്റ് നമുക്ക് തരണം. എഗ്രിമെന്റ് ഇങ്ങനെയായിരുന്നു. കാശ് എത്ര സംഭവം സ്വർണ്ണമല്ല നിങ്ങൾക്ക് തിരിച്ചു തരാം. പക്ഷെ നിങ്ങൾ വന്നിട്ട് അനന്ത് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു
നിങ്ങൾ വന്നിട്ട് ജുനൈസ് എന്നല്ലേ ജുനൈസ് എന്ന് പറഞ്ഞാൽ പെടുത്തിരിക്കുക അങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ അറിയാണ്ട് പെട്ടുപോയി പെടുത്തത്തില്ല. ഇതിന് വേണ്ടി ഞാൻ ചെയ്യാം ഞാൻ നിങ്ങളുടെ സുഹൃത്തായ വെള്ളത്തിൽ ചവിടല്ലേ അയാളെ കോട്ടയത്ത് ഇത് പറഞ്ഞേ ഞാൻ എന്തുണ്ടെങ്കിലും എന്റെ ജൂനിയേഴ്സ് വരുമെന്ന്. ക്യാമറമാൻ ഇല്ലേ ഇതൊരു സെറ്റായിരുന്നു. എല്ലാവർക്കും അറിയാം. എടാ ജുനൈസ് ഇത് ഫുള്ള് സെറ്റാ. ഇവിടെ ഈ ബോട്ടൊന്നും ഇതെല്ലാം സെറ്റാക്കി എടുത്തതാ. ക്യാമറമാൻ ഇരിക്കണുണ്ടോ? എന്റെ കൂട്ടുകാരൻ വരൂ, പെട്ടാലും അവൻ വരൂ. ആത്മാർത്ഥതയുള്ള കൂട്ടുകാരനാ. എത്ര ലക്ഷമാണ് ഞാൻ മറച്ചു കൊടുത്തിട്ടാണ് കൊണ്ടുപോകാൻ. ഇവ മാതൃകയാ, കണ്ടു പഠിക്കണം. ഇതുപോലുള്ള ചങ്ക് പറിച്ചു കൊടുക്കുന്ന സുഹൃത്തുക്കളെയാ നമുക്ക് വേണ്ടത്. എടേ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഒരു ഹായ് പറ. ഒരു ഹായ് പറ. തെറ്റായിരുന്നു. ഒരു ഹായ് പറയണേ. അത് 100-1 കാണുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാള്. അനന്തേ എവിടുന്ന് കിട്ടി ഇതിന്? ഈ പീസിനെ എവിടുന്ന് കിട്ടി? പ്ലീസ് ഒരു മിനിറ്റ് നിങ്ങളത് സംസാരിക്കും. എന്തുമാത്രം ഞങ്ങളെ വെല്ലുവിളിച്ചെന്നറിയാവോ? നിങ്ങൾ നോക്കി എവരോട് ചോദിച്ചു നോക്കി. അവന്റെ വെല്ലുവിളി കാരണോ ഇന്ന് ഞങ്ങൾ ഇത്ര ഇതാക്കി. നിങ്ങൾ അപ്പൊ ഗൈസ് വാ ബ്രോ ആൾക്കാര് കൺഫ്യൂഷൻ ചെയ്യണേ വായോ. അപ്പൊ ഗൈസ് മാസം കാണിച്ച എന്നെ കോമഡി നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം എല്ലാവരും സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു നല്ല ടീമാണ് ഇത്രയും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോലും ധൈര്യമായിട്ട് കയറി ഈ സ്ഥലത്ത് ഇതെന്തരുത് അല്ല മട്ടാഞ്ചേരി ഇതിന്റെ മട്ടാഞ്ചേരിയിലെ ബോട്ടിയാന്റെ നടുക്കേറി വരെയുള്ള ധൈര്യം അതും ആർക്ക് വേണ്ടിയാ? എന്ത് സത്യം പറഞ്ഞാ ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നത്. ഇതിന് നല്ല രീതിയിൽ സഹായിച്ച ഒന്നാമത്തെ ആള് ശ്രീബ്രോ ആണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ഈ ലൊക്കേഷൻ വാ എന്തുവാ ഇങ്ങോട്ടോ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വാ. ഈ നമുക്ക് ഇതെല്ലാം സെറ്റാക്കി തന്ന ഷാനവാസിക്ക, നൗഫലിക്ക, ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ സെറ്റ് ചെയ്തൊന്നും സെറ്റ് ആവത്തില്ല. പിന്നെ കൂടെ നമുക്ക് രാവിലെ കുളിച്ചിറങ്ങി, ഞാൻ എണ്ണിക്കുന്നതിന് മുമ്പ് കുളിച്ചിറങ്ങി വന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രസാദ് ബ്രോ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടി. എടോ ഇന്നലെ നിങ്ങളവിടെ ഇരുന്നപ്പോ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിയോ നിങ്ങൾ കണ്ടില്ലല്ലേ? കാരണത്തായിരുന്നു കണ്ടില്ല. നിങ്ങളുടെ ഫ്രണ്ടിയോ നിങ്ങളെ കണ്ടിട്ടാ ഞാൻ വന്നത് ആണ്. നോക്കേ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം പിൻ ചെയ്തിട്ടുണ്ട്. എവിടാണെങ്കിലും നമ്മളൊന്ന് ചെയ്തിരിക്കും. അപ്പം സ്കെച്ചിട്ട നമ്മൾ തോക്കും. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വേണ്ടി ഫ്രണ്ട്സ് ബൈ ബൈ. ഒരു ബൈ ബൈ.